ഹലോ, ഇന്ന് നമുക്ക് എംബ്രോയ്ഡറി ക്ലാസ് എടുത്താലോ? അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പോപ്ലൈൻ്റെ തുണിയാണ്. പിന്നെ വേണ്ടത് ഹൂപ്പ്, പിന്നെ എംബ്രോയ്ഡറി ത്രെഡ്, പിന്നെ സൂചി. നമ്മൾ എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്ന സൂചിയുടെ ഹോൾസ്, ബാക്കിലത്തെ ഹോൾസ് വലുതായിരിക്കും. ഇതിന് പലതരം നമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ എപ്പോഴും എടുക്കുന്നത് ബാക്കിലത്തെ ഹോൾസ് വലുതായ സൂചിയാണ്. നമ്മൾ സാധാ സൂചിനേക്കാളും കുറച്ച് ബാക്കിലത്തെ ഹോൾസ് വലുതായിരിക്കും. 6 ലെയർ ചേർന്നതാണ് എംബ്രോയ്ഡറി ത്രെഡ്. നമ്മൾ സാധാരണ എംബ്രോയ്ഡറി പഠിക്കുന്ന സമയത്ത് 3 ലെയർ ഉപയോഗിച്ചിട്ടാണ് എംബ്രോയ്ഡറി പഠിക്കുന്നത്. ഞാൻ ഇന്നിവിടെ 6 ലെയർ തന്നെയാണ് എടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് എടുത്ത് കാണത്തുള്ളൂ. സൂചിയുടെ ഹോൾസ് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് എംബ്രോയ്ഡറി നൂല് കോർത്തെടുക്കാനും എളുപ്പമാണ്. ഇങ്ങനെയാണ് എംബ്രോയ്ഡറി നൂല് കോർക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ചായ ബേസിക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ലൈനാണ്. ഈ ലൈനിൽ കൂടിയാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇനി ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ സൂചി അടിയിലൂടെ കുത്തിയെടുക്കണം. പിന്നീട് നൂല് വലിച്ചെടുത്തതിന് ശേഷം സൂചി കുത്തിയെടുത്തതിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി പിന്നെയും കുത്തിയിറക്കുക. ഈ സ്റ്റിച്ചിന് പറയുന്ന പേരാണ് റണ്ണിങ് സ്റ്റിച്ച്. സ്ട്രെയിറ്റ് സ്റ്റിച്ച് എന്നും ഇതിന് പറയും. എംബ്രോയ്ഡറിൻ്റെ ബേസിക് സ്റ്റിച്ചാണിത്. എല്ലാ സ്റ്റിച്ചിൻ്റെയും തുടക്കം ഈ ഒരു സ്റ്റിച്ചാണ്. ഓരോ സ്റ്റിച്ചും കുറച്ച് ഗ്യാപ്പ് ഇട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് സൂചി കുത്തി മേലേക്ക് എടുത്ത് പിന്നെയും കുത്തി താഴേക്ക് എടുത്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോലെ ചെയ്യാം. പിന്നെ വേറൊന്ന് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെയാണ്. അത് സൂചി കുത്തി ഒരു 2-3 ലെയർ ഒന്നിച്ച് കുത്തിയെടുത്ത് വലിക്കുന്നതാണ്. അത് എക്സ്പീരിയൻസ് ആയവർക്കൊക്കെ പറ്റുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊന്നും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റിച്ചൊന്നും ചിലപ്പോൾ ഒരുപോലെ വന്നില്ല എന്ന് വരും. ഇനി ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. നമ്മുടെ എംബ്രോയ്ഡറിൻ്റെ ബേസിക് സ്റ്റിച്ചാണിത്. എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ ഏറ്റവും ഫസ്റ്റിലത്തെ ബേസിക് സ്റ്റിച്ചാണിത്. ഇതിനെ റണ്ണിങ് സ്റ്റിച്ച് എന്നും പറയും, സ്ട്രെയിറ്റ് സ്റ്റിച്ച് എന്നും പറയും. ഇത് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇതാണ് ബാക്ക് വശം വരുന്നത്. ഈ ബാക്ക് വശത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഊരി വരില്ലേ. സൂചി അവിടെ കുടുങ്ങി. ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഇമേജ് വർക്ക് ചെയ്തെടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് ഈ പൈനാപ്പിളിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്രീൻ നൂലെടുത്തിട്ടുണ്ട്. എല്ലാം കെട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ലീഫ് ചെയ്തെടുക്കാം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. അതാണ് ലൈറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത്. സൂചി കുത്തിയെടുത്തതിന് ശേഷം ചെറിയ ഗ്യാപ്പ് ഇട്ട് പിന്നെയും സൂചി കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ സൂചി കുത്തി ഇറക്കി പിന്നീട് അടിയിലൂടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് സൂചി കുത്തി മേലേക്ക് കയറ്റി പിന്നെയും ഗ്യാപ്പ് ഇട്ട് സൂചി കുത്തി ഇറക്കി. അതിനൊരു വേറൊരു രീതിയിൽ സൂചി കുത്തി ഇറക്കിയ ശേഷം ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് സൂചി ഒരു ഗ്യാപ്പിലൂടെ തന്നെ അടിയിലൂടെ താഴ്ത്തി കൊണ്ടുപോകാതെ മേലേക്ക് തന്നെ വലിച്ചെടുക്കുന്നതാണ് ഇങ്ങനെ. നേരത്തെ കറണ്ട് പോയപ്പോൾ ലൈറ്റ് പോയത്. ഇപ്പോൾ കറണ്ട് വന്നു. നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടം വരെ എത്തി. ഇവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. ഇവിടെ കുത്തി ഇറക്കണം. കുത്തി ഇറക്കിയിട്ട് പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. ഇവിടുന്ന് ഈ കോർണറായിട്ട് വരുന്ന സ്ഥലത്ത് ഇവിടെ കുത്തി അവിടെ ഇറക്കുക. എന്നിട്ട് അടിയിലൂടെ കുത്തിയെടുക്കുക. ഇതേപോലെ ഞാനതിൻ്റെ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ഇവിടെയാണ് കുത്തിയെടുത്തിട്ട് ഇങ്ങോട്ട് പോകേണ്ടത്. ആദ്യം കുത്തിയിട്ട് നടിയിൽ നിന്ന് കുത്തി മേലേക്ക് എടുക്കുക. ഞാൻ ആദ്യം താഴേക്ക് കുത്തി ഇറക്കുക. ഞാൻ ആദ്യം കുത്തി മേലേക്ക് എടുക്കുക. ഞാൻ ആദ്യം കുത്തി താഴേക്ക് ഇറക്കുക. അതേ കുത്തി താഴേക്ക് ഇറക്കുക. കാരണം ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ മുട്ടിപ്പോലേ. അപ്പോൾ ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത എവിടുന്നെങ്കിലും പൊക്കിയിട്ട് ഇങ്ങനെ വരാം.
ഈ കോർണർ വരുന്ന ഇപ്പോൾ മനസ്സിലായില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ ഈ ഒരു കോർണർ വരുമ്പോൾ അവിടെ കുത്തി ഇറക്കി പിന്നെ ഇപ്പുറത്തുനിന്ന് എടുത്താലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഈ സൂചി നേരെ ഇപ്പുറത്തേക്ക് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒഴിവ് വരും, ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊരു കാണാൻ ഭംഗിയില്ല. ഈ കോർണറിൻ്റെ ഭാഗം എത്തുമ്പോൾ അവിടെ കുത്തി ഇറക്കി പിന്നെ ഇവിടെ നിന്ന് എടുക്കുക. അത് ഇതിപ്പോൾ സാമ്പിളായിട്ട് ഈ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. വേറെ ഏത് വർക്കും കോർണർ ഭാഗം വരുമ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. റണ്ണിങ് സ്റ്റിച്ച് എംബ്രോയിഡറി സ്റ്റിച്ചിൻ്റെ ബേസിക് സ്റ്റിച്ചാണ്. സ്റ്റാർട്ടിങ് നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന സ്റ്റിച്ചാണിത്. ഇനി നമുക്ക് അടുത്തത് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ കുത്തിയെടുത്ത് ചെയ്യാൻ പറ്റില്ല. കുത്തിയെടുത്തും ഇങ്ങനെ കുത്തിയിട്ട് പിന്നെ താഴ്ത്തി മേലോട്ട് പിന്നെയും കുത്തി പിന്നെയും താഴ്ത്തി മേലോട്ടെടുത്ത് അത് അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതാ ഇതുപോലെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ആയവർക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു അളവ് ഏകദേശം ഒരു ഒന്ന് വലുതും ഒന്ന് ചെറുതുമായ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് നോക്കാം. ഞാൻ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഏലില്ലാതെ എടുക്കുന്നത്. ഇങ്ങനെ വലിച്ചെടുത്താൽ ഒരു 3-4 സ്റ്റിച്ച് ഒപ്പര സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് വലുത് കണ്ട. അന്നേരം പറ്റുന്ന വെച്ചാൽ ഇത് വലുത് ഇത് ചെറുത് അങ്ങനെയുള്ള ഇത് വരും. അപ്പോൾ ഒരു കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഈ കോർണറിൻ്റെ ഇവിടെ എത്തിയിട്ട് കുത്തി ഇറക്കുക. ഇനി അതേപോലെ നമുക്ക് സ്റ്റിച്ചാണെങ്കിൽ തിരിച്ച് പിടിക്കണം. ഇവിടെയാണ് കുത്തിയെടുക്കേണ്ടത്. ഇവിടെ കോർണർ വരുന്നതുകൊണ്ട് ഇവിടെ കുത്തിയെടുക്കുക. ഇവിടെ കുത്തി ഇറക്കുക. ഒരു ലീഫിൻ്റെ ഭാഗമായില്ലേ. ഇനി അതേപോലെ അടുത്തതായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഒരു ഇത്ര ഭാഗം, ഇനി ഈ ഭാഗം മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഗ്രീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി യെല്ലോ കളർ ഇവിടെ കൊടുക്കാം. നമുക്കിത് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലാത്തൊരു ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഇവിടെ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ടാണ് ഭയങ്കര സൗണ്ട്. അപ്പോൾ ഇതാ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ എംബ്രോയ്ഡറി പഠിക്കുന്ന ടൈം ചെയ്ത റണ്ണിങ് സ്റ്റിച്ചാണിത്. ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്ന ടൈം ചെയ്ത റണ്ണിങ് സ്റ്റിച്ച്. കുറേ ഒരു 3-4 വർഷമായി ഇത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.